ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തൂരി മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ്സ് ഒക്കെ ആയി മഴത്തൂരി മുൻപ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വരാൻ പോകുന്ന ഒരു കഥയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അങ്ങനെ ശരണീനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ശരണിയെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞ് ശരണിയെ കാണാൻ അലീനയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ശരണിയെ കാണാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രനിൽ നിന്ന് അനുവാദമെല്ലാം മേടിച്ച് അലീന ശരണിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ആ വീട്ടിൽ നിന്ന് അലീനയ്ക്ക് നേരിടേണ്ടി വരിക കേട്ടോ. മരണത്തിന്റെ വക്കിൽ നിന്നാണ് അവൾ ആ വീട്ടിൽ നിന്ന് തിരിച്ചു വരിക. അത്രയും ക്രൂരമായ രീതിയിലായിരിക്കും അവിടുത്തെ ഓരോ ജനങ്ങളും അവളോട് പെരുമാറിയിട്ടുണ്ടാവുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നീടും പല തവണ അലീന ശരണിയെ കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ ശരണിയുടെ ശരണിയുമായി ഒരു അടുപ്പം സ്ഥാപിച്ചെടുക്കാൻ അലീനയ്ക്ക് പറ്റുന്നുണ്ട്. അലീന വളരെ പെട്ടെന്ന് അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അലീന നല്ല രീതിയിൽ അവരോട് സംസാരിക്കുന്നുണ്ട്, പെരുമാറുന്നുണ്ട്. അവർക്ക് അലീനയോടും അതേപോലത്തെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ബാലചന്ദ്രൻ അലീനയുടെ കൂടെ ഒരു ദിവസം ശരണിയെ കാണാൻ പോവാൻ തയ്യാറാവുകയാണ്. വേറൊന്നുമല്ല, തന്റെ മകൻ ചെയ്ത തെറ്റിന് ആ കുട്ടിയുടെ കാല് പിടിച്ച് അല്ലെങ്കിൽ ആ കുട്ടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് മാപ്പ് പറയണം. ആ കുട്ടിക്ക് വേണ്ടതെന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ തനിക്ക് പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കണം. പിന്നെ കുറച്ച് പൈസ കൊടുക്കണം എന്നൊരാഗ്രഹം കൂടി ബാലചന്ദ്രനുണ്ട്. അപ്പൊ അതൊക്കെ കണക്കിലാക്കി ബാലചന്ദ്രനും അലീനയും ഗോവർദ്ധനും കൂടി ഒരു ദിവസം ശരണ്യയുടെ വീട്ടിലേക്ക് യാത്രയാവുന്നുണ്ട്. അങ്ങനെ ശരണ്യയുടെ വീട്ടിലേക്ക് എത്തുമ്പോഴും അലീനെ നെടുമുറിക്കൽ വീട്ടിലെ വേലക്കാരിയായിട്ടുള്ള അലീനേനെ മാത്രമാണ് ശരണ്യക്കും ശരണ്യയുടെ വീട്ടുകാർക്കും അറിയുള്ളൂ. ഇവരെ രണ്ടുപേരെയും, ഗോവർദ്ധനെയോ ബാലചന്ദ്രനെയോ കണ്ടിട്ടില്ല. അപ്പൊ ഇവരെ വന്നപ്പോ പെട്ടെന്ന് അവർക്ക് ഇവരേനെ ഉള്ളിലേക്ക് കയറ്റിയിരുത്താനോ അല്ലെങ്കിൽ പെട്ടെന്ന് അവരെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. കാരണം തന്റെ മകളെ ക്രൂരമായി പീഡിപ്പിച്ച ആൾക്കാരിൽ ഒരാളുടെ പിതാവും ബന്ധുവുമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവരെ പെട്ടെന്ന് വീട്ടിലേക്ക് വിളിച്ച് സൽക്കരിക്കുക എന്നുള്ളത് ഒരിക്കലും ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം വളരെ മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടാണ് അവരെ അകത്തേക്ക് ഇവര് വിളിച്ചത്. ആ പഴയ വീടിന്റെ ഉമ്മറത്ത് ഇരുട്ടിൽ തളർന്നു നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ മുന്നിൽ ബാലചന്ദ്രൻ ചെന്ന് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തൊട്ടു പിറകിലായിട്ട് ഗോവർദ്ധനം. ബാലചന്ദ്രന്റെ മുഖം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഗോവർദ്ധൻ തന്റെ കയ്യിലുണ്ടായിരുന്ന 50 ലക്ഷം രൂപയുടെ ചെക്കും രേഖകളും മേശപ്പുറത്തേക്ക് വെച്ചു. ഓരോ നിമിഷവും ആ ബാലചന്ദ്രന്റെ മുഖം ആകെ ഇരുട്ട് കയറുന്നത് പോലെ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. ഒടുവിൽ തളർന്ന ശബ്ദത്തിൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുകയാണ്. മോളെ, ഞാൻ എന്ത് മുഖം വെച്ചാണ് നിന്റെ മുന്നിൽ നിൽക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അവൻ ചെയ്ത പാപത്തിന് പകരം വെക്കാൻ ഈ ഭൂമി മോളെ, ഞാൻ എന്ത് മുഖം വെച്ചാണ് നിന്റെ മുന്നിൽ നിൽക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അവൻ ചെയ്ത പാപത്തിന് പകരം വെക്കാൻ ഈ ഭൂമിയിൽ ഒന്നിനും കഴിയില്ല. പക്ഷെ നിന്റെ വരുംകാല ജീവിതത്തിൽ ആരുടെ മുന്നിലും നീ തലകുനിക്കാൻ ഇടയാവരുത്. ബാലചന്ദ്രൻ ഒരു നിമിഷം നിർത്തി ശ്വാസമെടുക്കാൻ പോലും പ്രയാസപ്പെട്ട് മേശപ്പുറത്തെ രേഖകളിലേക്ക് വിരൽ ചൂണ്ടി. ഇതൊരു 50 ലക്ഷം രൂപയുടെ ചെക്കാണ്. എന്റെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും ഇതിലുണ്ട്. ഇത് ഞാൻ നിനക്കായി കരുതിയ പ്രായച്ചിത്തമായി കണക്കാക്കണം. ഒരച്ഛന്റെ പ്രായച്ചിത്തം. അദ്ദേഹം കൈകൾ കൂപ്പി ആഴമേറിയ കുറ്റബോധത്തോടെ അവളെ നോക്കാൻ പോലും ആകാതെ അവിടെ തകർന്നിരുന്നു പോയി. അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവളുടെ വേദനയും അദ്ദേഹത്തിന്റെ കുറ്റബോധവും ആ മുറിയിലെ അന്തരീക്ഷത്തെ കൂടുതൽ കനിപ്പിച്ചു. തകർന്നിരിക്കുന്ന ബാലചന്ദ്രന്റെ അടുത്തേക്ക് അലീന ഓടിയെത്തി. അച്ഛ, എന്താ ഇത്? ശരണ്യെ കൂടി അച്ഛൻ വിഷമിപ്പിക്കില്ലേ? അവളും നമ്മളെക്കാൾ ഏറെ തകർന്നു പോയ കുട്ടിയാണ്. അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എണീക്കച്ഛ. അലീനയും ഗോവർദ്ധനും ചേർന്ന് ബാലചന്ദ്രനെ എണീപ്പിച്ചു. അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റ് അല്ലേ? ഇങ്ങനെ വിഷമിച്ചാലോ? ഇതാണ് ഞാൻ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞത്. എന്താ ഇങ്ങനെ? ഇതിനാണോ നമ്മൾ വന്നത്? എന്നെല്ലാം പറഞ്ഞ് അലീന ബാലചന്ദ്രനെ ശകാരിക്കാൻ തുടങ്ങി. അല്ല മോളെ, ഇവൾക്ക് നമ്മുടെ കൃഷ്ണൻ മോളുടെയും ബബിതയുടെ ഒക്കെ പ്രായമില്ലല്ലോ. അവളെ പോലെ തോന്നി എനിക്ക് ഇവളെയും. അതെ അച്ഛ, അവരെ പോലെ തന്നെയാണ് നമുക്കിനി ശരണ്യയും. എനിക്ക് എന്റെ സഹോദരിയെ പോലെ തന്നെയാണ് ശരണ്യ ഇപ്പോ.
എന്നൊക്കെ പറഞ്ഞ് ശരണ്യയുടെ വിഷമം മാറ്റാൻ അലീനയും ബാലചന്ദ്രനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ശരണ്യ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ശരണ്യയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇങ്ങനെയുണ്ട്. അതപ്പോ ശരണ്യ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ചെക്കൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ശരണ്യയുടെ അമ്മയും അച്ഛനും കൂടി വരുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, എന്തൊക്കെ തന്നാലും ഞങ്ങളുടെ മകൾക്ക് നഷ്ടപ്പെട്ടതിന് പകരാവില്ല സാർ. അതുകൊണ്ട് സാർ തിരിച്ചു കൊണ്ടുപോകണം. ഞങ്ങക്ക് പൈസയോ പണമോ ഒന്നും വേണ്ട. പിന്നെ അവളുടെ വിദ്യാഭ്യാസം, ഇനിയുള്ള അവളുടെ ജീവിതം, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോ അലീന പറയുന്നുണ്ട്, അതവിടെ ഇരുന്നോട്ടെ. ഇനി ശരണ്യക്ക് എന്തെങ്കിലും ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ വേണച്ച മാത്രം നിങ്ങൾ അത് എടുത്താൽ മതി. ഞങ്ങളവിടെ അത് തിരിച്ചു കൊണ്ടുപോകാൻ പറയരുത്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ ചെയ്ത തെറ്റിനൊരു പ്രായശ്ചിത്തം അത്ര മാത്രം വിചാരിച്ചാൽ മതി. അവന് ചെയ്ത തെറ്റിന് ശിക്ഷ എന്തായാലും കിട്ടും. മോൾക്ക് നീതി എന്തായാലും കിട്ടും, കിട്ടാതിരിക്കില്ല. ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്ന ചെറിയൊരു പ്രായശ്ചിത്തം അതായിട്ട് വിചാരിച്ചാൽ മതി. ഞങ്ങളുടെ ഒരു സമാധാനത്തിന്. അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റ് അല്ലേ, ഇല്ലെങ്കിൽ അച്ഛനും ഒരു മനസ്സമാധാനം ഉണ്ടായിരിക്കില്ല. ഇതെല്ലാം ആലോചിച്ച് ഇങ്ങനെ ഇരുന്നുകൊണ്ടേയിരിക്കും. അച്ഛന്റെ സമാധാനത്തിനെങ്കിലും നിങ്ങളിത് കൈപ്പറ്റണം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഞങ്ങൾക്ക് തിരിച്ചു മാത്രം തരരുത് എന്നൊക്കെ പറഞ്ഞ് അലീനയും അവരോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവര് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോ ശരണ്യയുടെ അച്ഛൻ വന്ന് പറയുന്നുണ്ട് കേട്ടോ, സാറിനോടും സാറിന്റെ കുടുംബത്തോടും ഒന്നും ഞങ്ങൾക്ക് ഒരു ദേഷ്യമില്ല. നമ്മളെങ്ങനെയൊക്കെ മക്കളെ വളർത്തിയാലും അവര് നല്ല രീതിക്ക് വളരണ്ടേ. ഇപ്പോഴത്തെ ചുറ്റുപാടൊക്കെ അങ്ങനെയാണ്. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും, നമ്മൾ എത്രയൊക്കെ താലോലിച്ച് വളർത്തിയാലും മക്കൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. സാറിനോടൊന്നും ഞങ്ങൾക്ക് ദേഷ്യമില്ല, ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും നല്ല മനുഷ്യരാണ് നിങ്ങളെന്നൊക്കെ അറിഞ്ഞപ്പോ, അലീനയായിട്ട് സംസാരിക്കാനും ഇടപഴകാനൊക്കെ തുടങ്ങിയപ്പോ ആ വീട്ടിലുള്ള എല്ലാവരെയും പറ്റിയിട്ടും ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അവിടുത്തെ ഓരോരുത്തരും എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊ അറിയാം. അതുകൊണ്ട് സാറിനോടും സാറിന്റെ കുടുംബത്തോടൊന്നും ഞങ്ങൾക്ക് ഒരു വിദ്വേഷവും ഇല്ല. സാറിന്റെ മകൻ ചെയ്ത തെറ്റിനെ എന്തിനാണ് അല്ലെങ്കിൽ സാറിനോട് ദേഷ്യം കാണിക്കുന്നത് എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ. സാറ് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞങ്ങക്ക് നിങ്ങളുടെ കുടുംബത്തോട് ഒരു ദേഷ്യവും പകയൊന്നുമില്ല. ആ 4 പയ്യന്മാരിൽ ആരുടെ കുടുംബത്തോടും ഇല്ല. ഞങ്ങളുടെ മകളോട് തെറ്റ് ചെയ്തത് നിങ്ങളുടെ മക്കളല്ലേ, അപ്പൊ അവരല്ലേ ശിക്ഷ അനുഭവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സാറിന് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബാലചന്ദ്രൻ വേഗം അയാളുടെ കൈ കൂപ്പിയ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഞാനല്ലേ മാപ്പ് ചോദിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരോടും മാപ്പ് ചോദിക്കുന്നത് ഞാനാണ്. നിങ്ങളുടെ കാൽക്കൽ വീണിട്ടാണ് ഞാനത് ചെയ്യേണ്ടത്. എന്നിട്ട് കാല് പിടിക്കാൻ നോക്കുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല, സാറൊന്നും ഞങ്ങളുടെ കാലൊന്നും പിടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എണീപ്പിക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ അവരുമായി സംസാരിച്ചിട്ട് ബാലചന്ദ്രൻ അവിടുന്ന് തിരിച്ചു പോരാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും കുറച്ചൊക്കെ ആശ്വാസമാവുന്നുണ്ട് കേട്ടോ. ഒരാളുടെ അച്ഛനെങ്കിലും ഒരാളുടെ കുടുംബമെങ്കിലും തന്റെ മകളെ കാണാൻ വന്നല്ലോ, അവളെ ആശ്വസിപ്പിച്ചല്ലോ, അവളോട് മാപ്പ് പറഞ്ഞല്ലോ. അതൊക്കെ അവൾക്കൊരു സമാധാനം അല്ലെങ്കിൽ അവൾക്കൊരു ആശ്വാസം കൊടുക്കുന്ന കാര്യങ്ങളാണ്. ശരണ്യെ ഒന്ന് തണുപ്പിക്കുന്ന, കുറച്ചെങ്കിലും അവളെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളായിരുന്നു. അലീനയും എല്ലാം വന്നപ്പോ അവർക്ക് കുറച്ച് ആശ്വാസമാവുന്നുണ്ട്. ആ കുടുംബത്തിന് ഒരു താങ്ങും തണലും ആവുന്നുണ്ട്. അലീനയുടെ ആശ്വാസവാക്കുകളും അലീനയുടെ ഓരോ വരവും അവർക്ക് അത്രയും പ്രിയപ്പെട്ടതും അത്രയും ആശ്വാസം ആവുന്നുണ്ട് കേട്ടോ. അതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡ്സ് ആണ്. അപ്പൊ ശരണ്യ പിന്നീട് ബാലചന്ദ്രനെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടിയാവുന്നുണ്ട്. ശരണ്യയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതിൽ ബാലചന്ദ്രൻ അത്രയും താല്പര്യം കാണിക്കുന്ന എപ്പിസോഡ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് വരാൻ പോകുന്ന എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്